നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ മേയർ കുട്ടി, തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ വലിയ ഭാഗ്യമുള്ളൊരു മേയറാണ്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മേയറാവുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആണ് എന്ന് CPM പറയുന്നു. പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ മേയറല്ല, മറ്റൊരു മേയർ കൂടിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി അവർക്കില്ല. ഏതായാലും അവർ ഉണ്ടാക്കിയതെല്ലാം വിവാദമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് എന്ന് മേയറായോ അന്ന് മുതൽ അവർ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും വിവാദത്തിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു CPM-ന്റെ ഒരു ശൈലി, ഒരു വലിയ വർത്തമാനം, വായിൽ കൊള്ളാത്ത വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രായത്തിനും രീതിക്കും ഒന്നും ചേരാത്ത വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട്, എൻ്റെ പാർട്ടി എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്രിമത്വം നിറഞ്ഞ സംഭാഷണങ്ങളിലൂടെയും ആ ധാർഷ്ട്യത്തിലൂടെയും ഒക്കെ പിടിച്ചു നിൽക്കുന്ന ആളാണ് തിരുവനന്തപുരത്തെ മേയർ. തിരുവനന്തപുരത്തൊന്നും നടക്കുന്നില്ല. നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിലെല്ലാം വെള്ളക്കെട്ടും പ്രശ്നങ്ങളുമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കാത്തത് കൊണ്ടാണ്, ശരിയായ രീതിയിൽ നടപ്പാക്കാത്തത് കൊണ്ടാണ് അവിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നതെന്ന് അറിയാം. എന്നാൽ ആറ്റുകാൽ പൊങ്കാല, നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ ക്ലീനിങ്ങിന്റെ പേരിൽ പൈസ എഴുതിയെടുത്ത മേയറമ്മ ഇപ്പോൾ മഴക്കാല ശുചീകരണത്തെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മേയർ ഊട്ടി ഭാഗ്യമുള്ള മേയർ ഊട്ടിയാണ്. ഉടൻ തന്നെ മേയർ ഊട്ടിയുടെ ശമ്പളം കൂട്ടാനുള്ള ശുപാർശ കൂടി ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MLA-മാരുടെ ശമ്പളം കൂട്ടാനുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. അടുത്ത നിയമസഭാ സമ്മേളനത്തിലുണ്ടാകും. അതിന് പിന്നാലെ മേയറുടെയും ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 50% ഇവരുടെ മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെയും ഒക്കെ ശമ്പളം 50% വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ഏതായാലും കടക്കണിയിൽപ്പെട്ട് സാധാരണക്കാരന് പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കേരളം മാറുമ്പോഴാണ് മന്ത്രിമാരുടെയും MLA-മാരുടെയും ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ ഇങ്ങനെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നിലവിൽ മേയറുടെ ശമ്പളം 15,800 രൂപയാണ്. ഡെപ്യൂട്ടി മേയറുടെ ശമ്പളം 13,200 രൂപയും കൗൺസിലറുടേത് 8,200 രൂപയുമാണ്. മേയറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ശമ്പളം ഏതാണ്ട് തുല്യമാണ്. മുനിസിപ്പൽ ചെയർമാന്റെ ശമ്പളം 14,600 രൂപയും വൈസ് ചെയർമാന് 12,000 രൂപയും കൗൺസിലർമാർക്ക് 7,600 രൂപയുമാണ് നിലവിലെ ശമ്പളം. എന്നാൽ 50% ഇത് ഉയർത്തുന്നതോടെ 23,700 രൂപയാകും മേയറുടെ പ്രതിമാസ ശമ്പളം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലവിൽ 13,200 രൂപയാണ് ശമ്പളം. വൈസ് പ്രസിഡന്റ് 10,600 രൂപയും മെമ്പർമാർക്ക് 7,000 രൂപയുമാണ് ശമ്പളം. ഈ ശമ്പളം 50% വർദ്ധിപ്പിക്കുന്നതിന് പിന്നാലെ തദ്ദേശ ജനപ്രതിനിധികൾക്ക് പെൻഷൻ അനുവദിക്കാനാണ് നീക്കം. ഈ പെൻഷൻ ഒരു വലിയ ബാധ്യതയാണ് എന്ന് നമ്മളെവരും പറയുന്നുണ്ട്. തദ്ദേശ പ്രതിനിധികൾക്ക് മാത്രമല്ല, ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ എത്തുന്നവരുടെ പെൻഷൻ തന്നെ നിർത്തണം എന്ന ആവശ്യം, അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോഴാണ് ജനപ്രതിനിധികൾക്കടക്കം പെൻഷൻ, അതായത് പഞ്ചായത്തിലെ മെമ്പർമാർക്കടക്കമുള്ളവർ പെൻഷന്റെ ശുപാർശയിലേക്ക് വരുന്നത്. ഏതായാലും ജനപ്രതിനിധികളെല്ലാം അവരുടെ കാര്യസാധ്യത്തിന് ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജനങ്ങളുടെ പ്രശ്നത്തിൽ മാത്രമാണ് അവർക്ക് വിരുദ്ധ അഭിപ്രായമുള്ളത്. ജനപ്രതിനിധികളെല്ലാം തന്നെ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായിരിക്കും. അവരുടെ ശമ്പള വർധനവിന്റെ കാര്യത്തിലും അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന കാര്യത്തിലും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഒക്കെ അവർ ഒറ്റക്കെട്ടായിരിക്കും. അവിടെ ജനങ്ങളൊന്നും ഒരു കാര്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ കടക്കണിയിലായി ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് പോയ ഒരു സർക്കാർ MLA-മാരുടെയും മന്ത്രിമാരുടെയും മേയറുടെയും തദ്ദേശ പ്രതിനിധികളുടെയും ഒക്കെ ശമ്പളം കൂട്ടാൻ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങളെ ഈ ജനപ്രതിനിധികളെല്ലാം ചേർന്ന് വിഡ്ഢികളാക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.